ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ദുബായ് ട്രിപ്പ് ഇപ്പോൾ തീരാൻ പോവുകയാണ്. എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ എൻഡ് ചെയ്തു. 2-3 ദിവസം മുമ്പേ ആയിരുന്നെങ്കിലും അടിപൊളിയായിരുന്നു. ഫ്യൂ വേർഡ്സ് ബൈ അവന്തിക. 5 ദിവസം എങ്ങനെ പോയി എന്നുള്ളത് ലൈക്ക് ഒരു പിടുത്തവുമില്ല. ഇവിടെ വന്ന് ഇറങ്ങി എന്നാ ലൈക്ക് പെട്ടെന്ന് 23-ാം തീയതി അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ ഞങ്ങളിതാ തിരിച്ചു വന്നത്. പെട്ടെന്നായിരുന്നു, ഭയങ്കര എല്ലാം ഫാസ്റ്റായിരുന്നു. സൂപ്പറായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. നമ്മൾ ഒരുവിധം ദുബായ് കവർ ചെയ്തു. കാരണമുള്ള സ്ഥലങ്ങളൊക്കെ കുറേ കണ്ടു, കുറേ പോയി എൻജോയ് ചെയ്ത്. നമ്മള് ഇന്നത്തെ നൈറ്റ് എന്താ ഡെസേർട്ടിൽ കൂടെ ഉള്ള യാത്ര ഒന്നും പറയാതിരിക്കുന്നതായിരുന്നു നല്ലത്. ലൈക്ക് അടിപൊളിയായിരുന്നു. അങ്ങനെ കൊന്നില്ലെന്നേ ഉള്ളു. അടിപൊളിയായിരുന്നു. അമ്മ പറയരുത്, ഒരു മെമ്മറീസ് ഓർമ്മയില്ല. ഇനി മിണ്ടത്തിട്ടെ. അപ്പം ഇവ രണ്ടുപേരും നാട്ടിലോട്ട് പോവാണ്, ഞാൻ നേരെ ഖത്തറിലോട്ടും പോവാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇറങ്ങും. ഇതൊക്കെ ഫ്ലൈറ്റൊക്കെ ഇവർക്ക് 5 മണിക്കാണ്, എനിക്ക് രാത്രി 2 മണിക്കാണ്. 2 മണിക്ക് വീണ്ടും ഖത്തറിൽ ലാൻഡ്. അവർ നാട്ടിൽ 30 ദിവസം കഴിഞ്ഞ് വീണ്ടും ഇവർ ഖത്തറിലോട്ട് വരുന്നതായിരിക്കും. ഞാൻ വരത്തില്ല, ആദ്യം തെച്ചുമായിരിക്കും വരുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് ഞാൻ വരത്തുള്ളൂ. അപ്പോൾ സൈനിങ് ഓഫ് ദുബായ്. അപ്പോൾ കുറച്ച് എയർപോർട്ട് വിശേഷങ്ങളും പിന്നെ കരച്ചിലൊക്കെ കാണാൻ ചിലപ്പോൾ. പിന്നെ ഖത്തറിലെ വിശേഷങ്ങളായിട്ട് വീണ്ടും ഞാൻ വരും. ബൈ ബൈ ബൈ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പം ഫുഡ് കഴിക്കാൻ പോവാണ്. കാര്യം ഇപ്പം എത്ര മണിയായി? 12:15. 5 മണിക്കാണ് എനിക്കും തെച്ചുവിനും ഫ്ലൈറ്റ്. അപ്പം 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കയറണം. എയർപോർട്ടിൽ നിന്ന് കഴിക്കാമെന്ന് വെച്ചാൽ ഐ ഡോണ്ട്. അതുമല്ല, അമ്മ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പാടായിരിക്കും. നമ്മുടെ കയ്യിൽ ദർഹംസും ഇല്ല, ഇരിക്കുന്നത് ഇന്ത്യൻ മണിയാണ്. അത് എൻ്റെ അക്കൗണ്ടിൽ. ഇവിടെ GPayയും കാണത്തില്ല. സോ അമ്മ പറഞ്ഞ അവിടെ നിന്ന് കഴിച്ചിട്ട് പോകും അല്ലേ? ഇവർക്ക് പിന്നെ എന്താണ് 2 മണി 2:30 ആകുമ്പോഴത്തേന് കയറ്റി ഇട്ടാൽ മതി. പിന്നെ എനിക്ക് രാത്രിയിലല്ലേ ഫ്ലൈറ്റ്. എന്നാൽ ഞാൻ പറഞ്ഞിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്ലൈറ്റിനകത്ത് വന്ന് കഴിക്കാമല്ലോ. ഫ്ലൈറ്റിൽ ഫുഡില്ല, എന്നാലും വാങ്ങി കഴിക്കാമല്ലോ, ക്യാഷ് അതിനകത്തുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. ഫുഡ് ഇഷ്ടം. ഇവർ ഓൾറെഡി ഉറക്കമായിരിക്കും, 2 ആളും കയറി കഴിഞ്ഞപ്പോഴും ഉറങ്ങും. പിന്നെ ഇവർ ഒറ്റയ്ക്കല്ലേ അങ്ങോട്ട് പോകുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ഡിഫിക്കൽറ്റി ഉണ്ട്. അതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കയറ്റിയിട്ട് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം ഉണ്ടല്ലോ. എൻ്റെ ദോഹയിലോട്ട് വരുന്നതും ഒറ്റയ്ക്ക് തന്നെയാണ്, ഇവർ രണ്ടുപേരും കൂടെ വരുന്നത്. അങ്ങോട്ട് പോകുന്നതും ഒറ്റയ്ക്ക് തന്നെയാണ്. ഫസ്റ്റ് ടൈമാണ് എൻ്റെ കൂടെ ഒരു ട്രിപ്പ് വരുന്നത്. അതുകൊണ്ട് സൂചിച്ച് നടക്കുക രണ്ടുപേരും. എല്ലാം എൻ്റെ തലയിലോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് അത് പിന്നെ അങ്ങനെയല്ലേ. ഇങ്ങോട്ട് വന്നത് ഭയങ്കര ഈസി ആയിരുന്നു. ഒന്നും ചെയ്തില്ല. എമിഗ്രേഷന്റെ സമയത്താണെങ്കിലും ബാക്ക് ചെക്കിങ്ങിന്റെ സമയത്താണെങ്കിലും എല്ലാം എടുത്തു വെച്ചു. എല്ലാം അമ്മ തന്നെ എല്ലാം ചെയ്തു. ഞങ്ങൾ രണ്ടും ഞാനും വെച്ചാണേലും ഓക്കെ ചെയ്തു എന്ന് പറഞ്ഞു. അത് പിന്നെ അങ്ങനെയല്ലേ, അമ്മമാരുള്ളപ്പോഴല്ലേ മക്കൾക്ക് ഒരു സന്തോഷവും കൂട്ടുമൊക്കെ. പക്ഷെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഭയങ്കര ഇനിയല്ല ഞാൻ ചെയ്യണം, ഇല്ല പെണ്ണ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ ഹോട്ടലിലെത്തി, ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പോൾ പിന്നെ വരാം. ഓക്കെ. വലിയൊരാഗ്രഹമായിരുന്നു ദുബായ് വരണം എന്നുള്ളത്. എന്തായാലും ആ ആഗ്രഹമൊക്കെ നിറവേറി. അപ്പം ഞങ്ങൾ തിരിച്ചു പോകുകയാണ് ഗൈസ്.
നമ്മൾ ദുബായ് വിട്ട് വീണ്ടും നമ്മൾ ഖത്തറിലേക്ക് കാണുന്നതായിരിക്കും. നമ്മൾ കേരളത്തിൽ വീണ്ടും 30 days കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഖത്തർക്ക് അറിയുന്നതായിരിക്കും. ഇങ്ങോട്ടൊക്കെ ആക്കി